ഇൻ ഭൂട്ടാൻ ദ ഹാപ്പി ലാൻഡ്. യാത്രാനന്ദയോടൊപ്പമുള്ള ഭൂട്ടാൻ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒയോളം വോയിസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എവിടെ നോക്കിയാലും മലകളും കാടുകളും പുഴകളും, മലഞ്ചെരുവുകളിൽ കൊച്ചു കൊച്ചു വീടുകൾ, താഴ്വാരത്ത് കൃഷിയിടങ്ങൾ. ഭൂട്ടാൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാടായ ഭൂട്ടാൻ. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് തങ്ങളുടെ നാടിൻ്റെ ചരിത്രവും സംസ്കാരവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം ഭൂട്ടാനിലുണ്ട്. അവിടേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര. സിംപ്ലി ഭൂട്ടാൻ, എ ലിവിങ് മ്യൂസിയം. അതാണ് ഭൂട്ടാൻ്റെ തലസ്ഥാനമായ തിംഫുവിലുള്ള ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേര്. കുറച്ചുകൂടി സഞ്ചരിച്ചാൽ നമ്മളവിടെ എത്തുകയായി. ഓർക്കുക, കേവലം ചരിത്രശേഷിപ്പുകളുടെ ഒരു സൂക്ഷിപ്പ് കേന്ദ്രം മാത്രമല്ല ഈ മ്യൂസിയം. മറിച്ച് വർത്തമാനകാല ഭൂട്ടാൻ്റെ പല കാഴ്ചകളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന വ്യത്യസ്തമായ ഒരു കേന്ദ്രമാണ് സിംപ്ലി ഭൂട്ടാൻ. പാട്ടും ആട്ടവും ആയോധന കലകളും എല്ലാം ഇതിനകത്തുണ്ട്. കാഴ്ചക്കാരായി മാറി നിൽക്കാതെ പല പ്രവർത്തനങ്ങളിലും നമുക്കും ഒപ്പം ചേരാം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. അതിനുശേഷം ഓരോന്നും വിശദമായി കാണാം. And this is also known as a couple plate. As this side of the plate is served to the mother, then this side of the plate is served to the father. If you're with me, please sit up in front of us. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ വമ്പൻ തിരക്കായിരുന്നു. കുറേ നേരം കാത്തിരുന്ന ശേഷമാണ് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാനുള്ള അനുവാദം ലഭിച്ചത്. ഇടുങ്ങിയ പ്രവേശന കവാടത്തിലൂടെ അകത്തെത്തിയപ്പോൾ ലഭിച്ച സ്വീകരണം ഗംഭീരം. So this is our local wine. In Bhutan we have a culture. When we welcome a guest, we welcome them with our local wine called Ara. ഭൂട്ടാൻ്റെ തനത് വൈൻ ആയ ആര നൽകിക്കൊണ്ടുള്ള സ്വീകരണം. മദ്യസൽക്കാരം എന്നും വേണമെങ്കിൽ പറയാം. അതിനകത്തെ ചുമരുകളിൽ പതിച്ച ചിത്രങ്ങളിലൂടെ ഭൂട്ടാൻ്റെ ചരിത്രത്തെയും ഭരണ സംവിധാനങ്ങളെയും കുറിച്ച് വിവരിക്കുകയാണ് അവിടെയുള്ള ഡെമോൺസ്ട്രേറ്റർ. അവിടെ നിന്നും പുറത്തു കടന്ന് അടുത്ത കാഴ്ചയിലേക്ക്. ഞങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഡെമോൺസ്ട്രേറ്റർ. ഭൂട്ടാനിലെ പരമ്പരാഗതമായ റാംഡർ നൃത്തവും ഗാനവുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു കലാരൂപം എന്നതിനപ്പുറം ഭൂട്ടാനിലെ പരമ്പരാഗതമായ മൺവീടുകൾ, മഡ് ഹൗസസ് നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയും അതിനോടനുബന്ധിച്ചുള്ള ആചാരവുമാണിത്.
വുഡൻ ഫ്രെയിമിൽ മണ്ണ് നിറച്ച് ആവശ്യത്തിന് വെള്ളം തളിച്ച് ഉലക്ക പോലുള്ള നീണ്ട റാന്തൽ കൊണ്ട് മണ്ണ് അടിച്ചമർത്തി പരുവപ്പെടുത്തുന്ന ജോലിയാണിത്. ഭാരമേറിയ ഈ പണി എളുപ്പമാക്കാനും ഉത്സാഹത്തോടെ ചെയ്യാനുമായി അവർ പാടുന്ന പാട്ടാണ് ഓം സാങ്ല മണി. പുതിയ വീട്ടിൽ താമസിക്കാൻ പോകുന്ന ആളുകൾക്ക് നല്ലതും സമാധാനപൂർണവുമായ ജീവിതമുണ്ടാകാനുള്ള പ്രാർത്ഥന കൂടിയാണിത്. മുള കൊണ്ടുള്ള വിവിധ സംഗീത ഉപകരണങ്ങളെയും മാസ്കുകളെയും പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. And here you can see many marks. So those are the marks that highly trained monks they use in the Tetu is our annual festival, which is celebrated in 10th day of January. So in Bhutan, we have 20 districts. In each district, festivals is held in different ways. So the highly trained monks they use these marks and they perform dance. So this is the victorious marks. Over here you can see 5 skulls. Those 5 skulls represents the 5 poison of human mind: jealousy, anger, ignorance, desire and pride. ഭിത്തികളിൽ നിരന്നിരിക്കുന്ന ഈ വർണ്ണാഭമായ മുഖംമൂടികൾ അലങ്കാര വസ്തുക്കൾ മാത്രമല്ല, ഭൂട്ടാനിലെ പ്രശസ്തമായ സെച്ചു ഉത്സവങ്ങളിൽ ഉപയോഗിക്കുന്ന വിശുദ്ധ മുഖംമൂടികളാണിവ. ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള മുഖംമൂടി നൃത്തങ്ങൾ ശ്രദ്ധേയമാണ്. ഓരോ മുഖംമൂടിയും ഓരോ ദേവതയെയും രക്ഷാധികാരിയെയും ജീവിത തത്വങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. നൃത്തത്തിലൂടെ തിന്മയെ അകറ്റുകയും നന്മയെ പ്രചരിപ്പിക്കുകയുമാണ് മുഖംമൂടി നൃത്തങ്ങളുടെ പ്രധാന ലക്ഷ്യം. So these are our 4 mythical animals of our country: flying tiger, snow lion, garuda and dragon. We believe that these 4 animals protect us from all 4 cardinal directions, like from east, west, north and south. തങ്ങളുടെ നാടിൻ്റെ പാരമ്പര്യവും വിശ്വാസവും സാംസ്കാരിക തനിമയും മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുന്നതിന് എത്ര തന്മയത്വത്തോടു കൂടിയാണ് ഇവർ എല്ലാം വിശദീകരിക്കുന്നത്. Because his way of subduing demons was different from others, but totally different. He uses his palace, his main power to defeat demons. So in Punakha, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് മാത്രമല്ല, തങ്ങളുടെ അടുക്കളയെക്കുറിച്ചും ഇവർക്ക് പറയാനുണ്ട്. മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഭൂട്ടാനിലെ ഒരു ഗ്രാമീണ ഗൃഹത്തിലെ പരമ്പരാഗത അടുക്കള അതുപോലെ പറിച്ചു നട്ടിരിക്കുകയാണ് ഇവിടെ. അടുപ്പ്, അടുക്കള പാത്രങ്ങൾ, മറ്റുപകരണങ്ങൾ, പാചകരീതി എല്ലാം നമുക്ക് കാണാം, കേൾക്കാം. We usually churn it for like 3 to 5 minutes only. So after you are done churning it, you can just heat it up and then drink. And this one is our milk churner or the butter churner. We add some curd and water and then we churn. And after getting butter from here, we store it in this container. It's made of bamboo and wood. So like even if you keep it outside, it won't get bad. And this one is our traditional plate, which is made of wood. So what we do is we put banana leaf here and then we eat. And this is also known as a couple plate. As this side of the plate is served to the mother, then this side of the plate is served to the father. And up there you can see many pots. So some of them are made of copper, some of them are made of bronze, and some of them are earthen pots, like mud pots, mitika pots. You might have seen this one chula, mud stove. And the wine that you had earlier is made like this, fermented wheat wine. And this one is Himalayan rock salt imported from Tibet. So last but not the least, we have our noodle makers. നമ്മുടെ നാട്ടിലെ അടുക്കളകളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന പലതും നമുക്കിവിടെ കാണാം. പലർക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളായി ഈ അടുക്കള കാഴ്ച.
ഇത് കണ്ടാൽ അലങ്കാരമാണെന്ന് തോന്നും, പക്ഷേ അല്ല. ഉണക്കമുളകുകൾ ഉണക്കിയിട്ട് സൂക്ഷിക്കുന്ന രീതിയാണിത്. വേറിട്ട മറ്റൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സിംപ്ലി ഭൂട്ടാനിലെ ഈ മ്യൂസിയത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരാൾ തൻ്റെ മികവ് കാട്ടുകയാണ്. നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഇവിടെയുണ്ട്. അതുമല്ലെങ്കിൽ ഇവർക്ക് ഡൊണേഷൻ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുമാവാം. നമ്മളിതാ അടുത്ത ഇടത്തിൽ എത്തിയിരിക്കുന്നു. സിംപ്ലി ഭൂട്ടാനിലെ പ്രധാനപ്പെട്ട ഒരിടമാണിത്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ചായയും ലഘുഭക്ഷണവും നൽകി സ്വീകരിക്കും ആദ്യം. പിന്നെ സാംസ്കാരിക പരിപാടികൾ ആസ്വദിക്കാനുള്ള അവസരം. ഒരു ഭാഗത്തിരുന്ന് ഞങ്ങൾ ചായ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പേ എത്തിയ സംഘം അതാ തൊട്ടപ്പുറത്തിരുന്ന് കലാപരിപാടികൾ ആസ്വദിക്കുകയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരിപാടികൾ വ്യക്തമായി കാണാമെങ്കിലും ആ സംഘം പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പോയിരുന്ന് കുറച്ചുകൂടി അടുത്തു നിന്ന് പരിപാടികൾ കാണാം. ചായയുടെയും പലഹാരത്തിൻ്റെയും രുചി ഇഷ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കാം. പരമ്പരാഗത വേഷമണിഞ്ഞ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചണിനിരന്ന ഈ നൃത്തരൂപം അതിമനോഹരമായി എല്ലാവർക്കും അനുഭവപ്പെട്ടു. ആതിഥ്യ മര്യാദയുടെയും സൽക്കാരത്തിൻ്റെയും കാര്യത്തിൽ ഭൂട്ടാനികൾ ഏറെ മുമ്പിലാണെന്ന് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും. എല്ലാ കാഴ്ചകളും ക്യാമറയിൽ പകർത്താമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മിക്കവരും അത് വേണ്ടുവോളം ചെയ്യുന്നുമുണ്ട്. കുറേ നേരം നൃത്തച്ചുവടുകൾ വീക്ഷിക്കുന്ന ആർക്കും അവരോടൊപ്പം ചുവട് വയ്ക്കാനുള്ള ആഗ്രഹമുണ്ടാവുക തികച്ചും സ്വാഭാവികം. ആ ആഗ്രഹം കൂടി നിറവേറ്റിയിട്ടേ അവർ അവിടെ നിന്ന് നമ്മളെ വിടും. പുറത്തിറങ്ങിയാൽ പിന്നെയുമുണ്ട് കാഴ്ചകൾ. ഇതാ
ഉരലും ഉലക്കയും അരകല്ലും ആട്ടുകല്ലും എല്ലാം ഇവിടെ പ്രദർശന വസ്തുക്കൾ തന്നെ. വേണമെങ്കിൽ സ്വന്തമായി പ്രവർത്തിപ്പിച്ചു നോക്കുകയുമാവാം. മനസ്സിൽ വിചാരിക്കുന്ന 5 ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനുള്ള അവസരമുണ്ട്. ഇതാ വലിയൊരു പാത്രത്തിൽ നിറയെ വെള്ളം, അതിന് മുകളിൽ ചെറിയൊരു പാത്രം. ഓരോരുത്തർക്കും 5 കോയിൻസ് തരും. ബുദ്ധപ്രതിമയ്ക്ക് മുന്നിൽ വെച്ച വിഷിംഗ് പോണ്ട് എന്ന് പേരിട്ട പാത്രത്തിൽ വെള്ളത്തിന് മുകളിൽ കറങ്ങുന്ന ചെറിയ പാത്രത്തിലേക്ക് ഓരോ കോയിനായി എറിയണം. 5 കോയിനുകളും ആ പാത്രത്തിൽ വീഴുകയാണെങ്കിൽ ഓരോന്നെറിയുമ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം സഫലമാകും എന്നാണ് വിശ്വാസം. വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്തോടെ ചെയ്യാം, അല്ലാത്തവർക്ക് ഒരു ഗെയിമായി കരുതി ഇതിൽ പങ്കെടുക്കാം. ഇത് മാത്രമല്ല, തൊട്ടപ്പുറവുമുണ്ട് മറ്റൊരു ഗെയിം. ഭൂട്ടാനിലെ ആയോധന കലയായ അമ്പെയ്ത്ത്. കുറച്ചുനേരം മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി നിന്നു. പിന്നെ ഓരോരുത്തരായി രംഗത്തിറങ്ങി. വിദഗ്ധ കോച്ചിങ്ങിനൊടുവിൽ കവിത ടീച്ചർ ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ എന്ത് കാര്യം, ഏകലവ്യനും തുണച്ചില്ല. ഒടുവിൽ സതീശേട്ടൻ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏകലവ്യനായി ലക്ഷ്യസ്ഥാനത്ത് അമ്പ് തറപ്പിച്ചു. ഇനിയാണ് സർപ്രൈസ്. മത്സരത്തിൽ വിജയിച്ചയാൾ അവിടെയുള്ള നൃത്തക്കാരോടൊപ്പം ചുവട് വയ്ക്കണം. ആദ്യം ഒന്ന് പതറിയെങ്കിലും സതീശേട്ടൻ ഉഷാറായി കിട്ടിയ അവസരം നന്നായി വിനിയോഗിച്ചു. ഞങ്ങളുടെ ടീമിൻ്റെ മാനം കാത്ത തകർപ്പൻ ഡാൻസ്. പിന്നെയും പലരും വന്നു ആവേശത്തോടെ അമ്പെയ്തു. പക്ഷേ ഡാൻസ് ചെയ്യാനുള്ള അവസരം മാത്രം ആർക്കും ലഭിച്ചില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ 2ാം ഏകലവ്യനാകാൻ കൊതിച്ച ടീം മാനേജർ പ്രയാഗിനും ഉന്നം തെറ്റി. പിന്നെ അധിക നേരം അവിടെ നിന്നില്ല. സഫലമാകാത്ത ആഗ്രഹങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് വിഷിംഗ് പോണ്ടിലേക്ക് ഒന്നുകൂടി നോക്കി ഞങ്ങൾ ലിവിംഗ് മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഒരിക്കൽ കൂടി പറയട്ടെ, സിംപ്ലി ഭൂട്ടാൻ ഒരു സാധാരണ മ്യൂസിയമല്ല. ഭൂട്ടാൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഭക്ഷണരീതിയും കലയും വിശ്വാസങ്ങളും ജീവിതശൈലിയും ഒരിടത്ത് അനുഭവിക്കാൻ കഴിയുന്ന ജീവനുള്ള സാംസ്കാരിക കേന്ദ്രമാണ് ഈ ലിവിംഗ് മ്യൂസിയം. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഭൂട്ടാനെ കൂടുതൽ അടുത്തറിയാനുള്ള അപൂർവ അവസരമാണ്. സിംപ്ലി ഭൂട്ടാനോട് വിട പറഞ്ഞ് അടുത്ത കേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു നൃത്തച്ചുവടുകൾക്കൊപ്പം ആ ഭൂട്ടാനീസ് ശീലുകളും അവരുടെ ആതിഥ്യ മര്യാദയും. ഭൂട്ടാനീസ് വേഷമണിഞ്ഞ് ആടിത്തിമിർത്തതിൻ്റെയും ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന അതിസാഹസികമായ ട്രക്കിങ്ങിൻ്റെയും വിശേഷങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഭൂട്ടാൻ യാത്രയെക്കുറിച്ച് ഇനിയും.
അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിലാവട്ടെ. കാത്തിരിക്കുക, കാണുക. ഒയോളം വോയിസ്.